ഇത് അത്ഭുതങ്ങളുടെ രാത്രി. ഇത് ദൈവകൃപ പെയ്തിറങ്ങുന്ന രാത്രി. നൈറ്റ് വിജിൽ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലേക്ക് കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ശുശ്രൂഷയ്ക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് നൽകിയ തിരുവചനം ആത്മാവിൽ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹെബ്രായ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം ദൈവാത്മാവ് പറയുകയാണ്, അവരുടെ ദുഷ്പ്രവൃത്തികളും പാവങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. കർത്താവ് പറയുകയാണ്, പാപമോചനം ഉള്ളിടത്ത് പാപപരിഹാര ബലി ആവശ്യമില്ലല്ലോ. കരമുയർത്തി ഹല്ലേലൂയ. എന്താണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നത്? ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ ഈ രാത്രിയിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ ദൈവമേ, ഞാനൊരു പാപിയാണ്, എൻ്റെ ദൈവമേ, ഞാൻ പാപത്താൽ ബന്ധിതനാണ്. ഈ പാപിയായ എൻ്റെ പ്രാർത്ഥന ഈ രാത്രിയിൽ ദൈവസന്നദ്ധിയിൽ സ്വീകാര്യമാവുകയോ? എൻ്റെ നിയോഗം ദൈവം കേൾക്കുമോ? കാരണം അത്രത്തോളം ദൈവത്തോടും മനുഷ്യരോടും അവിശ്വസത കാണിച്ച ഒരു പാപിയാണ് ഞാൻ. എന്നാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ്, പ്രിയ ദൈവപൈതലേ, ദൈവ സഹോദര, കർത്താവിൻ്റെ ആത്മാവ് പറയുകയാണ്, അവരുടെ ദുഷ്പ്രവൃത്തികളും പാവങ്ങളും ഞാനിനി ഒരു കാരണവശാലും ഓർമ്മിക്കുകയില്ല. അടിവരയിടേണ്ട വാക്കാണ്, ഒരു കാരണവശാലും. ലോകം ഒരുപാട് പറഞ്ഞേക്കാം, നീ ഒത്തിരി പാപം ചെയ്ത വ്യക്തിയല്ലേ, സമൂഹം താരടിച്ച ഒരു വ്യക്തിയല്ലേ, എൻ്റെ പാപങ്ങൾ അത്രമേൽ വലുതല്ലേ. പക്ഷേ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു കാരണവും എക്സ്ക്യൂസ് ഇല്ല, നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. അതാണ് ദൈവത്തിൻ്റെ സ്വഭാവം. ഹല്ലേലൂയ. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്, തന്നെ നിഷേധിക്കുവാൻ ദൈവത്തിന് ഒരിക്കലും സാധ്യമല്ല. എന്താണ് ഈ വാക്കിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുവാൻ ഒരിക്കലും പറ്റത്തില്ല. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? അത് മറക്കലാണ്, അത് പൊറുക്കലാണ്. പൊറുത്ത പാപങ്ങൾ ഒരിക്കലും ഓർമ്മിക്കാത്തതാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ രാത്രി നമ്മോട് പറയുകയാണ്. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം, അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുറ്റബോധവും നിരാശയും നമ്മളെ തളർത്തണ്ട. ഒരു വേള കുറ്റബോധത്താൽ കുനിഞ്ഞ ശിരസുമായിട്ടായിരിക്കാം ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത്. എന്നാൽ യേശു പാപമോചനത്തിൻ്റെ ദൈവമാണെന്ന് വ്യക്തമായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ. അതുകൊണ്ടാണ് കൊച്ചുദേശീയ പുണ്യവതി പറഞ്ഞത്, ഈ ലോകത്തിലെ മുഴുവൻ പാപങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്താലും ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ തന്നെ ഇരിക്കും. കാരണം ദൈവം കരുണയാണെന്ന് ഞാൻ അറിയുന്നു. അറിവാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പാപമോചനത്തിലേക്ക് കടന്നു വരാനുള്ള ആദ്യ പടി എന്ന് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി പാപങ്ങൾ ചെയ്ത ദാവീദ് ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് സങ്കീർത്തനം 130 പറയുകയാ, കർത്താവേ, അങ്ങ് പാപങ്ങളുടെയൊക്കെ കണക്ക് വെച്ചാൽ ആർക്ക് അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കാൻ പറ്റും? എന്നിട്ട് ദാവീദ് സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയുകയാ, എന്നാൽ എൻ്റെ ദൈവം പാവങ്ങൾ പൊറുക്കുന്നവനാണ്. പാവങ്ങൾ പൊറുക്കുന്ന ഒരു ദൈവമാണ് ഈ രാത്രിയിൽ നമ്മളെ പ്രത്യാശയിലേക്ക് വിളിക്കുന്നത്. ഹല്ലേലൂയ. ഒരുപാട് കാലം സഭയെയും ദൈവവിശ്വാസികളെയും പീഡിപ്പിച്ച സാവൂൾ പൗലോസായപ്പോൾ ദൈവത്തിന്റെ കാരുണ്യവും ദൈവത്തിന്റെ രക്ഷയും അനുഭവിച്ചപ്പോൾ സെന്റ് പോൾ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്, 1 തിമോത്തി 1:15. ആ വചനം പ്രിയപ്പെട്ടവരെ നമ്മൾ ഓർക്കണം. സെന്റ് പോൾ പറയുകയാണ്, യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണെന്ന പ്രസ്താവ്യം തികച്ചും സ്വീകാര്യവും സത്യവുമാണ്. അതിലും വെള്ളം ചേർക്കലില്ല. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണെന്ന പ്രസ്താവ്യം തികച്ചും സ്വീകരിക്കാൻ കഴിയുന്നതാണ്, വിശ്വാസയോഗ്യമാണ്, സത്യമാണ് എന്ന് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരോടും പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏത് പാപാവസ്ഥയിലാണെങ്കിലും, ഏത് രോഗാവസ്ഥയിലാണെങ്കിലും, ഏത് കണ്ണുനീരിന്റെ അവസ്ഥയിലാണെങ്കിലും യേശു ഇന്ന് നിന്നെ വിളിക്കുകയാണ്. മകനെ, നിനക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. നിന്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് യേശു ക്രിസ്തുവിനെ രക്ഷിതാവും നാഥനുമായി സ്വീകരിച്ചാൽ ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ ഞാൻ എൻ്റെ കരുണ നിന്റെ മേൽ ചൊരിയാം. നിന്റെ നിയോഗങ്ങളുടെ മേൽ ഞാൻ ഇറങ്ങി വരും. ആ ദൈവം നമ്മളെ വിളിക്കുകയാണ്. നമുക്കൊരു നിമിഷം ഈ പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. യേശു നിന്നെ വിളിക്കുന്നു, യേശു എന്നെ വിളിക്കുന്നു. ജീസസ് കോൾസ് യു. യേശു വിളിക്കുന്നു. യേശുവിന്റെ വിളിയോട് പ്രത്യുത്തരിച്ചുകൊണ്ട് നമുക്കും യേശുവേ എന്ന് വിളിക്കാം. ഈ സമയം പ്രാർത്ഥനാ ഗാനത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് യേശുവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കുവാനാണ്. അബോധ്യത്തോടെ
ദൈവമേ, ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ പാപങ്ങൾക്ക് നിന്റെ പക്കൽ പാപമോചനമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, നീ ആകുലനാണോ, മനക്ലേശത്തിലൂടെ കടന്നു പോവുകയാണോ, നീ ദുഃഖിതനാണോ, എന്നാലും യേശുവിൽ എനിക്ക് പാപമോചനവും സൗഖ്യവും രക്ഷയുമുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ഗാനത്തോട് ചേർന്ന് പാടി പാടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ സവിധത്തിൽ നമുക്ക് ഈ രാത്രിയിൽ അണയാം. ആകുലതകളും കർത്താവിന് കൊടുക്കാം. എല്ലാ നൊമ്പരങ്ങളിലേക്കും യേശു ഈ രാത്രിയിൽ കടന്നു വരുന്നു. കർത്താവിന്റെ പൊന്മുഖം കണ്ടുകൊണ്ട് എന്നെ മാത്രം തേടി വരുന്ന നല്ല ഇടയനായ യേശുവിന്റെ കരങ്ങളിലേക്ക് എൻ്റെ മനസ്സിന്റെ എല്ലാ ആകുലതകളും കർത്താവ് ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ പാപങ്ങളെല്ലാം ഓർത്ത് ഞാൻ അനുദപിച്ച് നിന്റെ നാമം ഞാൻ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ രാത്രിയിൽ. ആശ്വാസം നൽകിടും എന്നറിഞ്ഞു നീ യേശുവേ നോക്കിയ എണ്ണമില്ലാതെ നൽകിടും. യേശുവിന് കൊടുക്കാം. ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുന്ന എൻ്റെ വേദനകളെല്ലാം അറിയുന്ന എൻ്റെ ഈശോയെ, ഈ രാത്രിയിൽ എന്നെ തൊടണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ മനക്ലേശങ്ങളും നൊമ്പരങ്ങളും എല്ലാം സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. കണ്ണീരെല്ലാം തുടയ്ക്കും കൺമണി പോലെ കാക്കും. കാർമേഘം പോലെ കഷ്ടങ്ങൾ വന്നാലും കനിവോടെ നിന്നെ കാക്കും.
ക്ലേശം നേരിടുമ്പോ ബലം നിനക്കു നൽകും. ആ വെള്ളി വെളിച്ചം രക്ഷയുമാകയ താമസമെന്നേറി വന്നിടുക. യേശുവിനെ കണ്ട് കരങ്ങൾ ഉയർത്തി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, യേശു വിളിക്കുന്നു, സ്നേഹമോടെ തൻ കരങ്ങൾ നീട്ടി യേശു വിളിക്കുന്നു. കരങ്ങളടിച്ച് ഉണർവോടെ ഉണർവോടെ ജീവനേകും ആത്മാവേ, പൊതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ, പൊതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ, പൊതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവ് നൽകുന്ന സ്വാതന്ത്ര്യത്തോടെ രണ്ടു വശങ്ങളിലേക്കും കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പാടി പ്രാർത്ഥിക്കാം. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ, എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ, അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ, ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാഭിഷേകത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലും സഭയിലും ഈ പരിശുദ്ധാത്മാ അഭിഷേകം കത്തിപ്പടരുന്നത് കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്നേഹന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ ഒരു ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ ഒരു ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ എന്റെ ജീവിതത്തിൽ നിറയണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പുതിയ അഭിഷേകം തരണമേ. പുതിയ വരങ്ങളാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഷിയ റിയ 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 ഷിയ റിയ റിയ റിയ